പ്രേംലയിലെ കാലപ്പഴക്കം ചെന്ന ജാഗ്വാർ വിമാനങ്ങൾ നിലനിർത്താൻ IAFന്റെ ശ്രമം ഉണ്ടായിരിക്കുന്നു. ഒമാനിൽ നിന്ന് പഴയ വിമാനം വാങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നമുക്ക് ഈ IAFന്റെ ഈ ശ്രമത്തെ നമുക്ക് ഏത് തരത്തിൽ അപഗ്രഥിക്കാം? തുഫയിലെ ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ ഉപയോഗിക്കുന്നതിൽ വെച്ച് ഏറ്റവും കാലപ്പഴക്കം ചെന്ന വിമാനങ്ങൾ ഒന്നാണ് ഈ ബ്രിട്ടീഷ് നിർമ്മിത ജാഗ്വാർ എന്ന് പറയുന്ന വിമാനം. സ്പേസ് കാറ്റ് ജാഗ്വാർ എന്നാണ് അതിന്റെ മുഴുവൻ പേര്. അപ്പൊ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സംയുക്ത സംരംഭം എന്ന രീതിയിലാണ്. ബ്രിട്ടീഷ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ, UK ബ്രിട്ടീഷ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും ഫ്രാൻസിന്റെ ബ്രഗ്നെറ്റ്, ഇപ്പോഴത്തെ ദസോട്ട് ഏവിയേഷൻസിന്റെ ഭാഗമാണ്. അപ്പൊ ഇവരുടെ സംയുക്ത സംരംഭമാണ് ഈ ജാഗ്വാർ എന്ന് പറയുന്ന വിമാനം. ഇപ്പൊ ഇന്ത്യയില് ഇത് 1978 18 ആദ്യം വന്നു. അത് UK അവിടെ റോയൽ എയർഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വിമാനം 18 ഇന്ത്യക്ക് തന്നതാണ്. ഒരു 40 ഫ്ലൈ അവേ പുതിയ വിമാനങ്ങളും കൂടി അവിടുന്ന് കിട്ടി. ബാക്കി 128 ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ നിർമ്മിച്ച് ഏതാണ്ട് ലൈസൻസ്, അതായത് നിർമ്മാണ ലൈസൻസ് ഇന്ത്യക്ക് നിന്ന് സാങ്കേതിക വിദ്യ കൈമാറ്റമൊക്കെ ഇന്ത്യക്ക് തന്നിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച വിമാനങ്ങൾ ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഏതാണ്ട് 120 വിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ അവശേഷിക്കുന്നുണ്ട്. 6 സ്ക്വാഡ്രണുകളിലായിട്ട് 120 വിമാനങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ 1978 മുതൽ ഇന്നോളം, ഇപ്പൊ ഏറ്റവും ഒടുവിൽ 2008 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്ന് ഒരു ജാഗ്വാർ വിമാനം നിർമ്മാണം പൂർത്തിയാക്കി പുറത്തിറങ്ങിയത്. അതിനുശേഷം ഈ ബ്രിട്ടനുമായിട്ടുള്ള നമ്മുടെ കരാർ അവസാനിച്ചതോടുകൂടി ഇതിന്റെ സ്പെയർ പാർട്സുകൾ, അറ്റകുറ്റപ്പണിക്ക് വേണ്ട സ്പെയർ പാർട്സുകളോ ഇതിന്റെ നവീകരണമോ ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. ഇന്ത്യ സ്വന്തം റിസ്കില് ഇത് നവീകരിച്ച് ഏതാണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു ജാഗ്വാർ വിമാനത്തിന്റെ ഏറ്റവും കൂടിയ പഴക്കം 45 വർഷം വരെ പഴക്കമുള്ളത് ഇന്ത്യയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് 3 ഘട്ടമായിട്ട് നമ്മൾ അതിനെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ പേര് ഡിസ്പ്ലേ അറ്റാക്ക് റേഞ്ചിങ് ആൻഡ് ഇന്റേണൽ നാവിഗേഷൻ, DARIN എന്നുള്ള രീതിയിൽ 3 ഘട്ടമായിട്ടാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. അപ്പോ ഈ 1980 ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടക്കമിട്ടത്. 99 അതിന്റെ ഗുണമുണ്ടായി. കാര്യം കാർഗിൽ യുദ്ധത്തില് ഈ ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ ലേസർ ബോംബ് വരെ പ്രയോഗിച്ചു. അപ്പോൾ നമ്മൾ കാലാനുസൃതമായ അതിന്റെ സാങ്കേതിക വിദ്യ പരിഷ്കരിച്ചത് കൊണ്ടുണ്ടായ നേട്ടമാണ്. അതിനുശേഷം വീണ്ടും 2008 3-ാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അപ്പൊ അന്നാണ് നമ്മൾ ഇന്നത്തെ അത്യന്താധുനിക വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇസ്രായേൽ നിർമ്മിത ഐസ എന്ന് പറയുന്ന റഡാർ അടക്കം ഉള്ള സംവിധാനങ്ങൾ അതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 2012 നമ്മൾ ഈ 3-ാം ഘട്ട നവീകരണവും പൂർത്തിയാക്കി. അപ്പോൾ അതിനുശേഷമാണ് ഈ വിമാനങ്ങൾ നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഒടുവിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും ഈ ജാഗ്വാർ വിമാനങ്ങൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ഈ കാലപ്പഴക്കം ഇന്ത്യക്ക് ഒരു വെല്ലുവിളി ആയിട്ടുണ്ട്. കാര്യം അതിന്റെ മൊത്തത്തിലുള്ള ഘടന ഒഴിച്ചു നിർത്തി അതിന്റെ അകത്തുള്ള സാങ്കേതിക സംവിധാനങ്ങളെല്ലാം കാലാനുസൃതമായി പരിഷ്കരിച്ചെങ്കിലും ഇതിന്റെ കാലപ്പഴക്കം, വിമാനത്തിന്റെ കാലപ്പഴക്കം ഒരു വെല്ലുവിളി തന്നെയാണ്. 2025 3 അപകടങ്ങളാണ് ഈ ജാഗ്വാർ വിമാനങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ ഇതോടുകൂടി ഇത് വേണമോ വേണ്ടയോ എന്ന തരത്തിലുള്ള ആശങ്ക ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. പക്ഷെ നിലവില് ഇന്ത്യയുടെ സാഹചര്യത്തില് ഇതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാര്യം ഇന്ത്യയുടെ ഈ വിമാനങ്ങളുടെ എണ്ണം വളരെ പരിമിതമാണ്. ഈ 1960 നിശ്ചയിച്ച മാനദണ്ഡം അനുസരിച്ച് ഇന്ത്യക്ക് 42 സ്ക്വാഡ്രൺ വിമാനങ്ങൾ, ഒരു സ്ക്വാഡ്രണില് 20 മുതൽ 22 വരെ കണക്കാക്കിയാൽ 42 സ്ക്വാഡ്രൺ വിമാനങ്ങൾ വേണം എന്നുള്ള സ്ഥിതിയിൽ ഇപ്പോ അത് 29 ഉള്ളൂ. കാര്യം കഴിഞ്ഞിടയിലാണ് നമ്മൾ മിഗ് പൂർണ്ണമായിട്ടും പിൻവലിച്ചത്. നേരത്തെ 31 ഉണ്ടായിരുന്നത് 29 ചുരുങ്ങി. അപ്പൊ അതിൽ 6 സ്ക്വാഡ്രൺ ഈ ജാഗ്വാർ ആണ്. ഏതാണ്ട് 120 വിമാനങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ എയർഫോഴ്സിന്റെ കയ്യിലുണ്ട്. ഈ 6 സ്ക്വാഡ്രണിൽ 2 സ്ക്വാഡ്രൺ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് പഴക്കം ചെന്നതാണ്. ബാക്കി 4 നിലനിർത്തുന്നതിന് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്പെയർ പാർട്സ് കിട്ടാനില്ല. അപ്പൊ നേരത്തെ ഇന്ത്യ സ്വീകരിച്ച മാർഗം ഈ പഴയ ചില വിമാനങ്ങൾ തന്നെ പൊളിച്ചിട്ട് അതിന്റെ ചില സാധനങ്ങൾ പുതിയതിൽ ഇടുക എന്നുള്ള പരിപാടിയാണ് ചെയ്തത്. ഇപ്പോ 2008 ഫ്രാൻസിൽ നിന്ന് 2018 ഫ്രാൻസിൽ നിന്ന് നമ്മളൊരു 31 ജാഗ്വാർ വിമാനങ്ങൾ വാങ്ങിയിരുന്നു. അപ്പൊ അവര് 2008 അവര് ഫ്രാൻസ് അവരുടെ ജാഗ്വാർ വിമാനങ്ങൾ റിട്ടയർ ചെയ്തിരുന്നു. അപ്പൊ ഈ റിട്ടയർ ചെയ്ത യുദ്ധവിമാനങ്ങൾ ഒന്നെങ്കിൽ എവിടെയെങ്കിലും പ്രദർശന വസ്തു ആവുക, അല്ലെങ്കിൽ അത് പൊളിക്കുക എന്നുള്ളതാണ് സാധാരണ നടപടിക്രമം. അപ്പൊ ഫ്രാൻസ് ഇങ്ങനെ റിട്ടയർ ചെയ്ത വിമാനങ്ങൾ അവർ സൂക്ഷിച്ചിരുന്നു. അപ്പൊ ഇന്ത്യ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് നിലവില് ഇപ്പോ ഈ ജാഗ്വാർ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഏക വ്യോമസേന ഇന്ത്യയുടേത് മാത്രമാണ്. അപ്പൊ ഞങ്ങളുടെ ജാഗ്വാർ വിമാനങ്ങൾ അത് പ്രവർത്തനക്ഷമമാക്കാൻ നിങ്ങളുടെ വിമാനങ്ങളുടെ സ്പെയർ പാർട്സ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ
ഫ്രാൻസ് സൗജന്യമായിട്ട് 31 വിമാനങ്ങൾ ഇന്ത്യക്ക് വിട്ടു നൽകി. അവിടുന്ന് ഇങ്ങോട്ടുള്ള കടത്തുകൂലി മാത്രം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രം ഇന്ത്യക്ക് നൽകിയാൽ മതിയായിരുന്നു. അപ്പൊ സമാനമായി ഒമാനും നമ്മളെ സഹായിക്കാനായിട്ട് രംഗത്ത് വരികയാണ്. ഇപ്പൊ ഒമാന്റെ കയ്യില് ഏതാണ്ട് 1977 കാലയളവിൽ 27 ജാഗ്വാർ വിമാനങ്ങളാണ് കയ്യിലുള്ളത്. അപ്പൊ അതില് 20 സിംഗിൾ സീറ്റും 5 ഡബിൾ സീറ്റും 2 ബ്രിട്ടീഷ് സേന ഉപയോഗിച്ചിരുന്ന 2 വിമാനങ്ങളുമാണ് അവർക്ക് കൊടുത്തത്. ഈ ഒമാനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. അവരൊരു സമാധാന പ്രിയരാണ്. അവരങ്ങനെ ചുമ്മാ യുദ്ധത്തിലൊന്നും പങ്കെടുക്കുന്ന ആളല്ല. അവരവരുടെ രാജ്യത്തിന്റെ സുരക്ഷ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ഗൾഫ് രാജ്യമാണ്. അപ്പൊ അവരുടെ വിമാനങ്ങൾ താരതമ്യേന നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങാൻ ചെല്ലുമ്പോൾ ഡോക്ടർമാർ ഉപയോഗിച്ചതാണ്, നല്ല ഈട് നിൽക്കുന്നതാണെന്ന് പറയുന്നത് പോലെ ഒമാൻ ഉപയോഗിച്ച വിമാനമായതുകൊണ്ട് അതിന് വലിയ പണിയൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അത് കാരണം നല്ല കണ്ടീഷൻ, വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുള്ള ഏതാണ്ട് 14 വിമാനങ്ങളാണ് ഇന്ത്യക്ക് തരാൻ അവർ പോകുന്നത്. 13 ചെറിയ അപകടങ്ങളൊക്കെ പറ്റി ഉള്ള അവസ്ഥയിലുമാണ്. അപ്പൊ ഇത്രയും വിമാനങ്ങൾ ഒമാനിൽ വെച്ച് തന്നെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത്, ഈ വിമാനങ്ങൾ അതേപടി ഇന്ത്യ 14 വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് കരുതി അതേപടി കൊണ്ടുവന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാക്കുകയല്ല. ഇങ്ങനെ ചെയ്യാൻ വകുപ്പില്ല. പകരം അത് അവിടെ വെച്ച് തന്നെ പൊളിച്ച് പാർട്സ് ആക്കിയിട്ട് അതിന്റെ പാർട്സ് കപ്പലിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ സ്പെയർ പാർട്സുകൾ നിലവിലുള്ള നമ്മുടെ ജാഗ്വാർ സ്ക്വാഡ്രൺ നിലനിർത്താനായിട്ട് സഹായകരമാകും. അപ്പൊ ഇന്ത്യ ഇത്ര കഷ്ടപ്പെട്ട് ഈ ജാഗ്വാർ വിമാനങ്ങളെ നിലനിർത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ഇതിന്റെ പ്രകടന മികവില് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ തൃപ്തിയാണുള്ളത്. കാര്യം ഇത് ഡീപ് പെനട്രേഷൻ എയർക്രാഫ്റ്റ് ആണ്. അതായത് ശത്രുവിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് ആക്രമിക്കാനായിട്ട് വേണ്ട സവിശേഷമായ എന്താ പറയുക ശേഷിയുള്ള ഒരു വിമാനമാണ് നമ്മുടെ ഈ ജാഗ്വാർ എന്ന് പറയുന്നത്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിമാനങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, അതും കൂടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി വളരെ ദുർബലമായി പോകും. അപ്പോൾ നിലവിൽ നമുക്ക് ബദൽ മാർഗങ്ങൾ ഉണ്ടാകുന്നത് വരെയെങ്കിലും ഈ ജാഗ്വാർ വിമാനങ്ങളെ നിലനിർത്തുക, 2050 വരെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എങ്കിലും ഇതിന് ബദൽ മാർഗങ്ങൾ ഉണ്ടാകുന്ന വരെയെങ്കിലും ഇത് തുടരുക എന്നുള്ളത് ആവശ്യമാണ്. അതിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒമാനിൽ നിന്ന് നമ്മൾ പഴയ വിമാനങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ നവീകരിക്കാൻ ലക്ഷ്യമിടുന്നത്.